നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിലെ ചെറുകിട വ്യവസായ രംഗത്ത് കുതിച്ചുകയറ്റമുണ്ടാക്കിയ കേറ്ററിംഗ് മേഖല ഇപ്പോൾ സാധനങ്ങളുടെ അനിയന്ത്രിത വിലക്കയറ്റവും അനധികൃത കേറ്ററിംഗുകാരുടെ കടന്നുകയറ്റവും കാരണം കിതച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഓൾ കേരള കാറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി ജോയ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സർക്കാരും ഭക്ഷ്യവകുപ്പും ഉദ്യോഗസ്ഥരും ഈ വിഷയത്തിൽ ഇടപെടണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. വില കുറച്ച് ബിസിനസ് ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചതാണ് പ്രധാന കാരണമെന്നും AKCA ഭാരവാഹി പറഞ്ഞു. സമൂഹത്തിൽ ഒരുപാട് പേർക്ക് തൊഴിലും ഉപതൊഴിലും നൽകി അവരെ ആശ്രയിച്ച് ജീവിച്ചു വരുന്ന ഈ മേഖല ഇപ്പോൾ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. 100 രൂപയുണ്ടായിരുന്ന ബിരിയാണി അരിക്കിപ്പോൾ 140 രൂപയിലെത്തിയിരിക്കുന്നു. അതുപോലെ ഓയിൽ, വെളിച്ചെണ്ണ, പാചകവാതക വില തുടങ്ങി എല്ലാത്തിനും വില കൂടി. എന്നാൽ ഇതിനെല്ലാം ആനുപാതികമായി ഭക്ഷണത്തിന് കസ്റ്റമറിൽ നിന്നും വില കൂട്ടി വാങ്ങാൻ കഴിയുന്നില്ലെന്നും ജോയ് പറഞ്ഞു. ഓൾ കേരള കാറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് നമ്മളിങ്ങനെ ഒരു പത്രസമ്മേളനം നടത്താൻ നിർബന്ധിതമായത്. നമുക്കറിയാം, ഇന്ന് വിലക്കയറ്റം വളരെ അതിരൂക്ഷമായി തുടരുകയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഒരു ഭാഗത്തുണ്ട്. അതോടൊപ്പം തന്നെ പാചകവാതകത്തിൻ്റെയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും വിലക്കയറ്റം ഒരു ഭാഗത്ത്, വെളിച്ചെണ്ണക്കും ഓയിലടക്കമുള്ള സാധനങ്ങളുടെ വിലക്കയറ്റം ഒരു ഭാഗത്ത്. അതിലേറ്റവും പ്രധാനം ഇപ്പോൾ നമുക്ക് കേരളത്തെ സംബന്ധിച്ച് ബിരിയാണി, ഇപ്പോൾ എല്ലാ ആഘോഷ പരിപാടിയിലും ബിരിയാണി ഒരു പ്രധാന ഐറ്റമായിട്ട് ഭക്ഷണ വസ്തുവായി ഉപയോഗിക്കപ്പെടുകയാണ് കേരളത്തിൽ. അതുപോലെ തന്നെ നെയ്ച്ചോറും ബിരിയാണിയും ഒക്കെ തന്നെ യഥേഷ്ടം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അരിക്ക് വളരെ ഭീകരമായ രീതിയിലാണ് വിലക്കയറ്റം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. നേരത്തെ 90 രൂപ 100 രൂപ റേറ്റുള്ള ജീരകശാല, കൈമ തുടങ്ങിയ അരിക്ക്, ബിരിയാണി റൈസിന് 140 രൂപ കൊടുക്കേണ്ട ഒരു അവസ്ഥ ഇപ്പം വന്നിരിക്കുകയാണ്. 140 രൂപയാണ് ഇപ്പം വില വർദ്ധിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മൾ 1-2 മാസം മുമ്പാണ് കസ്റ്റമറുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുക. പക്ഷെ അതിന് ശേഷമുള്ള വിലക്കയറ്റം നമ്മൾ ആ കസ്റ്റമറുമായി സംസാരിച്ചിട്ട് അതിൻ്റെ പൈസ വർദ്ധിപ്പിച്ച് തരുവാൻ കസ്റ്റമർ തയ്യാറാകുന്നില്ല. വളരെ ഭീകരമായ രീതിയിലാണ് കാറ്ററിംഗ് മേഖല ഇപ്പം വിലക്കയറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുവെ പ്രതിസന്ധി നേരിടുന്ന മേഖലയെ തകർക്കാൻ എന്നോണം അനധികൃത കേറ്ററിംഗുകാരുടെ കടന്നുകയറ്റവും വില കുറച്ച് ബിസിനസ് ചെയ്യുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു. ഇത്തരക്കാർ പാചകങ്ങൾക്ക് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെ ഗുണനിലവാരം ആരും ശ്രദ്ധിക്കുന്നില്ലെന്നും ഭാരവാഹികൾ ആരോപിക്കുന്നു. സർക്കാരും ഭക്ഷ്യവകുപ്പും ഉദ്യോഗസ്ഥരും ഈ വിഷയത്തിൽ ഇടപെടണമെന്നും അവർ ആവശ്യപ്പെട്ടു. കുതിച്ചുപാഞ്ഞ കേറ്ററിംഗ് മേഖല ഇപ്പോൾ കിതക്കുന്നു, AKCA പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി വിൻസെന്റ് തോമസ്, മേഖലാ പ്രസിഡന്റ് പ്രിനന്ദ്, P. ഉമ്മർ, നാരായണൻ നമ്പൂതിരി എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.